നമസ്കാരം, ഏവർക്കും ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബിനു, ഇന്ന് വളരെ സുപ്രധാനമായ കുറേയേറെ തീരുമാനങ്ങളുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അതായത് ആഭ്യന്തര മന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പരിഷ്കാരങ്ങൾ. അതായത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, മുൻപ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നത്. അന്ന് ഒരുപാട് പേര് ഇത്തരത്തിൽ പലിശ, വട്ടിപ്പലിശയും ഒക്കെ ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ തകർന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ നിന്ന് അതിനെ മോചിപ്പിച്ച് കൊണ്ടുവന്ന ഒരു വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഇപ്പോൾ വീണ്ടും രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തിറങ്ങിയിരിക്കും. അത് ഈ പറഞ്ഞതുപോലെ ലഹരി മാഫിയയെ തടയുക എന്നുള്ളതാണ്. കേരളത്തിൽ ഉടനീളം അത്തരത്തിൽ പിടിമുറക്കിയിരിക്കുന്ന ലഹരി മാഫിയയെ തടയുക, പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് കുട്ടികൾക്കിടയിൽ, ക്യാമ്പസുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ലഹരി മാഫിയയെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ സതുദ്ദേശം അത് എല്ലാവരും അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയാണ്. അതിനൊരു പറഞ്ഞ പരിപാടി ഇലക്ഷന് മുമ്പൊക്കെ നടത്തിയിരുന്നു ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ. അതായത് നമുക്കറിയാം, ഇപ്പം മദ്യത്തെക്കാൾ കൂടുതൽ അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്നും സിന്തറ്റിക് ലഹരി, അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവ്, MDMA അടക്കമുള്ള അതൊക്കെ കുട്ടികളിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ചില സ്കൂളുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ അധ്യാപകർ പറയുന്നത് കേട്ടാൽ ഞെട്ടും. കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ബിനു, ഇത് എത്തുന്ന സ്ഥലങ്ങളുണ്ട്. പലപ്പോഴും ഇത് കൊണ്ടുവരുന്നവരും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇതിന്റെ കണ്ണികൾ ആരാണ് എന്നുള്ളത്, അത് അവസാനത്തിലേക്ക് വരെ എത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെടുമ്പോൾ ബിനു, ഇപ്പോൾ ഈ പദ്ധതിയുടെ പേര് അതും നേരത്തെ ഓപ്പറേഷൻ കുബേര എന്നൊക്കെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ആ പേരാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പദ്ധതിയായിട്ടും പരിപാടിയായിട്ടും തന്നെയാണ് കേരള സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കാണുന്നതെന്ന്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവരുടെ ഒരു നല്ല ഭാവി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇതിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. തീർച്ചയായും അത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുവരാം. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ ലഹരി മാഫിയയുടെ വേരിറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുട്ടികളെ ലഹരിക്കിരയാക്കുന്ന സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യം. സിന്തറ്റിക് മയക്കുമരുന്നുകൾ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുടെ ഒഴുക്ക് തടയാൻ അന്തർ സംസ്ഥാന തലത്തിൽ പോലീസ് മേധാവിമാരുടെ ഏകോപനം ഉറപ്പാക്കും. സ്കൂൾ പരിസരങ്ങൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ, DJ പാർട്ടികൾ, കായൽ കടൽ പാർട്ടികൾ എന്നിവ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളെയും ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റും. സ്റ്റേഷനിലെത്തുന്ന പൗരന്മാരെ മാന്യമായി സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് ഒഴിവാക്കാനും DGPക്ക് നിർദ്ദേശം നൽകി. എല്ലാ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളെയും കാര്യങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ഉള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും.
SI-മാർക്കുണ്ടായിരുന്ന സ്റ്റേഷൻ ചുമതല CI-മാർക്ക് നൽകിയത് പോലീസിംഗിനെ ബാധിച്ചോ എന്ന് പരിശോധിക്കാൻ ADGPയുടെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെ നിയോഗിച്ചു. സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ SI, CI, DYSP തസ്തികകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. പോലീസുകാർക്കിടയിലെ ആത്മഹത്യകൾ ഗൗരവകരമായി കാണുന്നതായും അനാവശ്യ സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ SIT റിപ്പോർട്ട് ലഭിച്ചാലുടൻ നിയമ നടപടി സ്വീകരിക്കും. കേരള പോലീസിനെ കൂടുതൽ ജനകീയമാക്കാനും കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ദൃഢനിശ്ചയത്തിലാണ് സർക്കാരെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ സമൂലമായൊരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആഭ്യന്തര വകുപ്പും മൊത്തത്തിൽ അഴിച്ചുപണിയുന്ന ഒരു സാഹചര്യം. അതായത് ഇപ്പോൾ ഈ അടുത്ത മിനിറ്റുകളിൽ അറിയാൻ കഴിയുന്ന IAS തലപ്പത്ത് പോലും അത്തരത്തിലുള്ള അഴിച്ചുപണികൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല 484 സ്റ്റേഷനുകളിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് 484 സ്റ്റേഷനുകളിലും ഉണ്ടാകുന്നു. അവിടങ്ങളിലെല്ലാം ഈ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നമ്മൾ പല സ്റ്റേഷനുകളിലേക്കും പോയി കഴിഞ്ഞാൽ ഈ വാഹന സൗകര്യം കടന്നു പോകാൻ കഴിയാത്ത, നടന്നു പോലും പോകാൻ കഴിയാത്ത തരത്തിലുള്ള പല ഇടങ്ങളിലും കുത്തഴിഞ്ഞ സംവിധാനം തന്നെയായിരുന്നു ഉണ്ടായത്. കാരണം ഒരു സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഈ ജനസമ്പർക്കം അല്ലെങ്കിൽ ജനപ്രിയം ജനമൈത്രി എന്നൊക്കെ പറയുമ്പോഴും പക്ഷേ അത്തരത്തിൽ ജനങ്ങൾക്ക് ആ രീതിയിൽ ചെല്ലാൻ കഴിയാത്ത രീതിയിലേക്ക് ആഭ്യന്തര വകുപ്പ് പിണറായി ആക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗസ്റ്റ് അതിഥികളുണ്ട്. ഇപ്പോൾ UDF പ്രതിനിധിയും മുൻ മന്ത്രിയുമായ ബാബു ദിവാരനുണ്ട്. അതോടൊപ്പം തന്നെ MS വേണുഗോപാൽ രാഷ്ട്രീയ നിരീക്ഷകൻ, അതോടൊപ്പം തന്നെ ഇടത് പ്രതിനിധി ജലീൽ പുനലൂർ. 3 പേർക്ക് സ്വാഗതം. ആദ്യം ബാബു ദിവാരനിലേക്ക്. ബാബു ദിവാരൻ അതായത് ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരത്തിൽ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതോടൊപ്പം തന്നെ പല കേസുകളും നമ്മൾ കണ്ടതാണ്. പലപ്പോഴും പരാതി കൊടുക്കുമ്പോൾ ആ പരാതി ഏത് തരത്തിൽ എടുക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ അതിജീവിതയായി ബന്ധപ്പെട്ട് വന്നാലും ചില അതിജീവിതകൾക്ക് മാത്രം നീതി ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇതിന് വലിയ സമൂലമായൊരു മാറ്റത്തിലേക്ക് നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ അറിയാൻ കഴിയും. സമൂലമായൊരു മാറ്റത്തിലേക്ക് ഒരു പുതിയ കാൽവയ്പ്പാണ്. എങ്ങനെ കാണാം? തീർച്ചയായിട്ടും വിനുവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷമായി പോലീസ് സ്റ്റേഷനുകൾ ഭരിച്ചിരുന്നത് ഭരണകക്ഷിയാണ്, പാർട്ടി ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ല കേസുകൾ തീരുമാനിച്ചിരുന്നത്. ഓരോ കേസും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും അത് പ്രധാനപ്പെട്ട കേസ് വന്നാൽ ആ കാര്യത്തിൽ എന്തായിരിക്കണം പോലീസിൻ്റെ നടപടിക്രമം എന്നുള്ളത് തീരുമാനിച്ചിരുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. നിരവധി ഉദാഹരണങ്ങൾ എനിക്കറിയാം, നേരിട്ട് പറയാൻ കഴിയുന്ന അതിനൊക്കെ അറുതി വരുത്താൻ എനിക്ക് ശ്രീ രമേശ് ചെന്നിത്തല എന്നോടൊപ്പം വളരെ വർഷക്കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തുടങ്ങുന്ന പോലീസ് സ്റ്റേഷനുകളിൽ തന്നെയാണ് 484 പോലീസ് സ്റ്റേഷനുകളും ആദ്യം ശുദ്ധീകരിക്കുക. അവിടെ നിന്ന് ഒരു പുതിയ മാറ്റം തുടങ്ങുക. ഇത് മേലെ തട്ടിലേക്ക് മേളിൽ നിന്ന് താഴോട്ടല്ല. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ SP-മാരുടെ മുകളിലുള്ള ഇങ്ങനെ ഒരു ഓഫീസേഴ്സിൻ്റെ മീറ്റിംഗ് പിണറായി വിജയൻ ഈ 10 വർഷത്തിനിടയ്ക്ക് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞതായിട്ട് നമ്മുടെ അറിവിൽപ്പെട്ടിട്ടില്ല, നടത്തിയിട്ടുണ്ടാവും എങ്കിൽ തന്നെ. പക്ഷേ ഇവിടെ ഈ പിണറായി വിജയൻ്റെ പോലീസ് ഭരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് തീരുമാനിക്കുന്നത്. എന്ത് നടക്കണം, രാജ്യത്ത് എന്ത് നടക്കണം, സംസ്ഥാനത്ത് എന്ത് നടക്കണം, പോലീസിൽ എന്ത് നടക്കണം, ആരെവിടെ ഇരിക്കണം, ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരും അദ്ദേഹത്തിൻ്റെ ഒരു വൃന്ദമുണ്ട്. അല്ല, ജില്ലാ സെക്രട്ടറിമാർ ഇപ്പോൾ ഈ CI മുതലുള്ള സ്ഥലമാറ്റങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടറി VN വാസവനൊക്കെ ഒരു ഘട്ടത്തിൽ പറയുന്ന ഓഡിയോ സംഭാഷണമൊക്കെ പുറത്തു വന്നതാണ്. അയാളെ നമുക്ക് കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് ഈ VN വാസവനൊക്കെ മന്ത്രിയാകുന്നതിന് മുമ്പുള്ള ഒരു സംവിധാനത്തിൽ അന്ന് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ യൂണിയനുകളും ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ ആയിരുന്നു. പോലീസ് തന്നെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയായിരുന്നു. പോലീസിൻ്റെ അവിടെ അസോസിയേഷനാണ് ആ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെ ഇവിടെ കയറിയത്. പിന്നെ കടുത്ത അഴിമതിയാണ് നിലനിന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ കയറി ചെല്ലാൻ കഴിയില്ല, എന്തിനും അഴിമതിയാണ്. അവിടെ ഒരു സാധാരണക്കാരൻ അവിടെ കടന്നു ചെന്ന് അവനൊരു പരാതി കൊടുക്കാൻ പോലും, പിന്നെ ആ സംവിധാനങ്ങൾ തന്നെ മുമ്പുണ്ടായിരുന്ന സിസ്റ്റം മാറ്റി ഓരോ പോലീസ് സ്റ്റേഷനിലും ചെറുപ്പക്കാരായിട്ട് ആദ്യം വരുന്ന SI-മാർ ആദ്യം സർവീസിൽ വരുമ്പോൾ അവർക്ക് ആദ്യം ഒരു 5 വർഷമെങ്കിലും അവർ അഴിമതിക്കും ഇതിനെല്ലാം നീതി നടത്തണമെന്നുള്ള ആദ്യത്തെ അവരുടെ ആ ഒരു ആവേശം, അതൊക്കെ ശരിക്കും ആ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളെ നല്ലതുപോലെ സ്വാധീനിച്ചിരുന്നതാണ്. പക്ഷേ ആ സിസ്റ്റമൊക്കെ മാറ്റി അവരൊക്കെ മൂത്ത് അഴിമതിയിലെല്ലാം വന്ന് പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർമാരെ CI-മാരെ പോലീസിൻ്റെ സ്റ്റേഷൻ കൊടുത്തപ്പോൾ ഈ ചെറുപ്പക്കാരായ SI-മാർക്ക് വലിയ റോളില്ലാതായി.
അത് തന്നെ ആ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലിപ്പോൾ അത് മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാനാണ്. അത് മാറ്റം വരുത്തേണ്ടത് തന്നെയാണ്. നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായി ഈ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ അടുത്ത് നിന്ന് കാണുന്നവരാണ്. ഈ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ അതും മാത്രമല്ല, ഈ അഴിമതി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നിപ്പോൾ കൂത്തരങ്ങ് അത് സർവത്ര കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അതൊന്ന് കുത്തിക്കെട്ടി എടുക്കണമെങ്കിൽ ഒരു വലിയ ശ്രമം വേണ്ടി വരും. അതിന് നല്ല തുടക്കമാണ് ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ കൂടി ചേരുകയാണ്. ശ്രീ എം എസ് വേണുഗോപാൽ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയാലും ക്രമസമാധാന പരിപാലനം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ തകരുകയാണെങ്കിൽ, പിഴയ്ക്കുകയാണെങ്കിൽ തകരുന്നത് രാജ്യവും സംസ്ഥാനവും ഒക്കെ ആണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ഒരു കാലയളവ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്നൊന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയർത്തേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തീരുമാനം കൂടി വരുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിനെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? ആഭ്യന്തര വകുപ്പ് എന്നൊരു വകുപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കിരാത ഭരണത്തിൻ്റെ ഒരു വകുപ്പായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം 10 വർഷം ഉണ്ടായിരുന്നെങ്കിൽ 5 വർഷം അതിക്രൂരമായ നടപടികളാണ് പോലീസ് നടത്തിയിരുന്നത്. അതിൽ കസ്റ്റോഡിയൽ അക്രമങ്ങൾ, അതുപോലെ തന്നെ ചിലരെ അറസ്റ്റ് വാറണ്ട് പോലും ഇല്ലാതെ തൂക്കിക്കൊണ്ടു പോകുന്നത്. ഞാൻ 2 കാര്യങ്ങൾ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ പറയാം. ഒന്ന്, DCC പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് നിയാസിനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോകുന്നത് കണ്ടാൽ കായംകുളം കൊച്ചുണ്ണിയേക്കാൾ വലിയ പ്രതിയാണോ അദ്ദേഹം എന്ന് വിചാരിച്ചു. അതുപോലെ അദ്ദേഹത്തിനെ കൂട്ടിക്കെട്ടി നെഞ്ച് വരിഞ്ഞ് മുറുക്കി വണ്ടിക്കകത്തേക്ക് എടുത്ത് തള്ളുന്ന ഒരു സീൻ ഞാൻ കണ്ടു. ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു ദേശീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് ഇതാണ് ഉണ്ടായതെങ്കിൽ സാധാരണ പ്രവർത്തനം എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ MP ആയിരുന്ന നമ്മുടെ ഷാഫി പറമ്പിലിന് ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പുറകിൽ നിന്ന് അതിശക്തമായ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ നടുക്കോയ്ക്ക് പാലത്തിലേക്ക് ഒരു ഒറ്റ അടിയാണ്. എന്നിട്ട് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊക്കെ CCTVയിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞവയാണ്. എന്നിട്ടും ഇതൊക്കെ നിഷേധിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് SRCPയുടെ പോലീസ് പോലും ഇത്രയും ക്രൂരമായിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ വിധത്തിലാണ് ഇവിടെ പല ഇടിയൻ പോലീസുകാരും പിന്നെ SIമാരും ഒക്കെ പേര് കേട്ടവരുണ്ടായിരുന്നു. അവർ പോലും ചെയ്യാത്തത്ര ക്രൂരത ഈ കാലഘട്ടത്തിൽ നടന്നു. പബ്ലിക്കായിട്ട് അതിൽ ആലപ്പുഴയിൽ നടന്ന സംഭവം നമുക്കറിയാമല്ലോ. MLA ആയ ശ്രീ തോമസിനുണ്ടായ അനുഭവം, അതൊക്കെ അതായത് പോലീസിൻ്റെ ലാത്തിക്കും ഇരട്ടി വലിപ്പമുള്ള ലാത്തി കൊണ്ട് അതിഭീകരമായി മർദ്ദിക്കുക, എന്നിട്ട് റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ട് അതെല്ലാം നിയമ നടപടിയുടെ ഭാഗമാക്കുക. പോലീസ് തന്നെ നിയമം ലംഘിക്കുന്ന ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമാണ്. പോലീസിൻ്റെ ഉദ്ദേശം എന്താണ്? പോലീസിൻ്റെ ഉദ്ദേശം ഈ സിവിൽ പോലീസ് എന്ന് പറയുന്നത് സായുധ പോലീസ് പോലെയല്ല, CRP പോലെയോ ആംഡ് പോലീസ് പോലെയോ അല്ല. അപ്പോൾ നമ്മുടെ ആംഡ് പോലീസ് ആണെങ്കിൽ ശരി, അവരുടെ ജോലി അടിക്കുകയാണ്. കാരണം ഒരു സംഘടന നടക്കുമ്പോൾ അവിടെ സിവിൽ പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ആംഡ് പോലീസിനെ വിളിക്കുകയാണ്. അവിടെ ചിലപ്പോൾ അവർ ക്രൂരമായ ലാത്തി ചാർജൊക്കെ ചിലപ്പോൾ നടത്തിയെന്ന് വരും. പക്ഷേ സിവിൽ പോലീസ് അങ്ങനെ അടിക്കുന്നത് ഒരു ഭൂഷണമേ അല്ല. സിവിൽ പോലീസിൻ്റെ ജോലി ജനങ്ങളെ സംരക്ഷിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള പ്രാഥമിക ജോലിയാണ് പോലീസിനുള്ളത്. അത് ഈ തൊപ്പി വയ്ക്കുന്നവർ മറന്നു പോകുന്നു. അവർ ക്രിമിനലുകളെപ്പോലെ ചാടി വന്ന് അടിക്കുന്നു, വലിച്ച് തൂക്കിയെടുത്ത് മനുഷ്യന് സാധാരണ രീതിയിൽ കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രൂരതയോടുകൂടി അവരെ എടുത്ത് വണ്ടിക്കകത്ത് തള്ളുന്നു, കൊണ്ടുപോകുന്നു, എന്നിട്ട് കസ്റ്റഡിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു. അവിടെ പലപ്പോഴും അവർക്കുണ്ടാകുന്ന ആ ദുരനുഭവം വളരെ വലുതാണ്. നമ്മൾ CCTV പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ CCTV ഉള്ളിടത്ത് പോലും അവർക്ക് അതിൻ്റെ മുമ്പിൽ നിന്ന് പോലും സ്ത്രീകളെ വരെ മർദ്ദിച്ച നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സ്ത്രീകളൊക്കെ വിലപിക്കുന്നതും പിന്നെ അത് DGPയുടെ തന്നെ നിർദ്ദേശം, കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ CCTV പുറത്തെടുത്തപ്പോൾ ആണ് അവർക്ക് മനസ്സിലായത് എത്ര ക്രൂരമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് സംഭവിക്കുന്നത് പോലീസിൻ്റെ തലപ്പത്ത് വളരെ ശക്തമായ ഒരു സംവിധാനം വേണം. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ ഹൃദയാലുവായിരിക്കണം. അതേസമയം വളരെ ശക്തമായിട്ട് ആ വകുപ്പ് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയുള്ള ആളുമായിരിക്കണം. അതിനുള്ളൊരു നടപടി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഈ പോലീസ് വകുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വിജിലൻസ്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വകുപ്പുകളാണ്. ഈ 2 വകുപ്പുകൾ പ്രധാനമായും മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും
വകുപ്പിനകത്തും വകുപ്പിന് പുറത്തും നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമുള്ളതാണ്. അവർ പെർഫെക്റ്റ് ആയാൽ തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും, നിയമപരമായി മുന്നോട്ട് നീങ്ങാൻ കഴിയും. പോലീസിനെ ആദ്യം ചെയ്യേണ്ടത് പോലീസിനെ നിയമം പാലിക്കാൻ അനുവദിക്കുക. നിയമപാലകരാണ് അവർ. നിയമപാലകർ ജനങ്ങളെ കൊണ്ട് നിയമം പാലിപ്പിക്കുന്നതിനോടൊപ്പം അവരതിനേക്കാൾ കൂടുതൽ നിയമം പാലിക്കേണ്ടതാണ്. അവർ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോൾ പിന്നെ ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. അതുണ്ടാവാതിരിക്കാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് 3 ട്രേഡ് യൂണിയനുകളാണ് അതിനകത്തുള്ളത്. ശരിക്കും പറഞ്ഞാൽ 1966 ആക്ട് പ്രകാരം പോലീസിൻ്റെ ഫോഴ്സിൻ്റെ റൈറ്റ് നിർദ്ദേശിക്കുന്ന ആക്ട് പ്രകാരം ഒരു ട്രേഡ് യൂണിയനിസം അതിനകത്ത് പറ്റില്ല. അപ്പോൾ വേറെ കേരളത്തിലല്ലാതെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ, കർണാടക പോലുള്ള 1-2 സംസ്ഥാനങ്ങളിൽ പോലീസിന് അസോസിയേഷനുണ്ട്. പക്ഷേ അതൊരു വെൽഫെയർ അസോസിയേഷനാണ്. ഒറ്റ അസോസിയേഷനേ കാണുള്ളൂ. അത് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ ക്ഷേമം നോക്കുന്നതിനും അവരുടെ എന്തെങ്കിലും അവർക്ക് അട്രോസിറ്റികൾ സംഭവിച്ചാൽ അതിന് വേണ്ട പരിരക്ഷ നൽകുന്നതിന് മാത്രമാണ്. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിന് പോലീസിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഇടപെടുകയും DGPക്കും മന്ത്രിക്കും മുമ്പിൽ മേശക്കടിച്ചുകൊണ്ട് അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഭൂഷണമല്ല. അതൊരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ഈ ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിക്കും. ജലീൽ പുനലൂർ കൂടിയുണ്ട്, LDF പ്രതിനിധി. ജലീൽ പുനലൂർ, ഇപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ കാഹളം കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലമായി ജനങ്ങൾ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറാൻ പോലും കഴിയാത്ത സാഹചര്യം, അവരെ പിടിച്ച് പ്രതിയാക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഗൺമാന്മാരൊക്കെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ജയ്ഹിന്ദ് TV എടുത്ത ദൃശ്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇവരെ അഴിച്ചുവിടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരുന്നത്. കാരണം ഒരു സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു പോലീസ് സ്റ്റേഷനുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് മാറ്റം വരികയാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രി എല്ലാ വിധത്തിലും ഇപ്പോൾ മയക്കുമരുന്നുകൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പല പ്രവണതകൾക്കെതിരെയുമുള്ള ഒരു ശക്തമായ സന്ദേശം കൂടി നൽകുകയാണ്. കാരണം പലപ്പോഴും ആഭ്യന്തര വകുപ്പ് ഇല്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അവശേഷിച്ചത്. എങ്ങനെ കാണാം ഇതിനെ? നോക്കൂ, വർത്തമാനകാലത്ത് ഏറെ കാലിക പ്രസക്തിയുള്ള, ഏറെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു നല്ലൊരു വിഷയമാണ് നിങ്ങൾ ഇന്ന് ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആ പുതിയ പ്രഖ്യാപനത്തെ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ ഉറുദു വാക്കാണ് കൊടുങ്കാറ്റ് എന്നാണ്. നാടിനെ മുഴുവൻ ത്രസിച്ചിരിക്കുന്ന ഒരു ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം അതൊരു ആഭ്യന്തര വകുപ്പ് തുടങ്ങുമ്പോൾ അതിനൊപ്പം ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിന് ഒപ്പം ചേരേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. നിർഭാഗ്യവശാൽ എല്ലാ കാര്യങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന സങ്കുചിതമായ ഒരു താല്പര്യം നിങ്ങളിൽ പലരെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ബാബു ദിവാൻ സാർ അടക്കം, നിരീക്ഷകനടക്കം ഒരു ഇടതുപക്ഷ വേട്ട ഈ വിഷയത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ആരും കയറാൻ പറ്റാത്ത 10 കൊല്ലങ്ങളാ കഴിഞ്ഞു പോയെന്ന് ആരാണ് പറഞ്ഞത്? ബാബു ദിവാൻ സാറിനടുത്ത് ഞാൻ ചോദിക്കുന്നു. ഇവിടുത്തെ CPM-ന്റെ ഓരോ പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി സഖാക്കൾ പോലീസിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞത് ഒരു LC സെക്രട്ടറിക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ പോകാനാകാത്ത വിധം സ്വതന്ത്ര പോലീസിംഗ് സർക്കാർ CPM നടപ്പിലാക്കിയിരിക്കുന്നുവെന്ന് ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞത് CPM സഖാക്കളാണെന്ന് പുറത്തു കൊണ്ടുവന്നത്. അത് ഉള്ളതോ കളവോ കൊണ്ടുവന്നത് ഈ നിങ്ങളടക്കമുള്ള മീഡിയകളാണ്. പിന്നെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ CPM ഭരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അതേ സാഹചര്യത്തിലാണ് ശ്രീ ജലീൽ, അതേ സാഹചര്യത്തിലാണ് നിങ്ങളുടെ കൂടി സഹയാത്രികനായ PV അൻവർ ഒരു രാഷ്ട്രീയ ഭൂചലനം സൃഷ്ടിച്ചുകൊണ്ട് PV അൻവർ രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തുന്നത് മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വലിയൊരു ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. അയാളുടെ കൈകളിലേക്ക് മാത്രം, അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും മറ്റും അയാളുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ള വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടുമാറുന്നത്. അതിനുശേഷം MR അജിത് കുമാറിനെതിരെയും പാർട്ടിയുടെ ചങ്ങല കൈകളായി MR അജിത് കുമാർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതും PV അൻവറാണ്. ഇതെല്ലാം ശ്രദ്ധിക്കാനുള്ള ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും PV അൻവറിനെതിരെ ഒരു വാക്ക് പോലും, ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും പറയാൻ MR അജിത് കുമാറോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനോ തയ്യാറായില്ല. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതോടൊപ്പം തന്നെ ഗൺമാന്മാർ തല്ലിച്ചതച്ച സംഭവം, ഇതെല്ലാം MR അജിത് കുമാറിന്റെ പങ്ക് പകൽ പോലെ വ്യക്തവുമാണ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്
ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ തെളിവ് സഹിതം അങ്ങേക്ക് തെളിവ് സഹിതം ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇരിക്കാനുള്ള പരിമിതി കൊണ്ടാണ്. ശരി ശരി പറഞ്ഞു കഴിയട്ടെ. ഞാൻ പറഞ്ഞിരുന്നുണ്ട് സാർ. PV അൻവർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വേദവാക്യമായിട്ട് എടുത്താൽ VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി എന്നുള്ളതല്ല, അദ്ദേഹം പൊതുജീവിതം തന്നെ അവസാനിപ്പിച്ച് പോകേണ്ടിയിരിക്കുന്നു. അല്ല, അങ്ങനെയല്ല. SP സുജിദാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ, ക്ഷമിക്കണം, ഒരു ഓഡിയോ സന്ദേശമൊക്കെ അവർ തമ്മിൽ സംസാരിച്ച ഓഡിയോ കോള് ഈ സുജിദാസ് വിളിച്ച് PV അൻവറോട് പറയുന്നത് സംഭാഷണങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്, താങ്കൾ ഉൾപ്പെടെ കേട്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകമല്ല നമ്മുടെ മനസ്സിലുള്ളതാണ്. ഈ പോലീസിംഗിന്റെ അവസ്ഥ എന്താണെന്നുള്ള കൃത്യമായിട്ട് സുജിദാസ് അന്ന് ആ ഓഡിയോ സന്ദേശത്തിലൂടെ PV അൻവറോട് പറയുന്നുണ്ട്. ഈ ഒരു താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു സ്വതന്ത്ര പോലീസിംഗ് ആണ് നടന്നതെന്ന് പറയുമ്പോഴും ഈ എന്നെ ആ കേസിൽ നിന്ന് ഉൾപ്പെടുത്ത എന്നെ ഒന്ന് ഒഴിവാക്കിത്താ, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിത്താ എന്ന് ഒരു MLA പറയേണ്ട ഒരു സാഹചര്യം, ഭരണകക്ഷിയുടെ ഭാഗമായിരുന്ന MLA പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നുള്ളതാണ്. നോക്കൂ, സുനിൽദാസിനെതിരായിട്ട് മലപ്പുറം SP ആയിരുന്ന സുനിൽദാസിനെതിരായിട്ടുള്ള ആ ആരോപണം ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുമ്പിൽ ഉള്ളത്. അതല്ലാതെ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽ ക്രമവിരുദ്ധമായി ഒരു നടപടിയെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ സർക്കാരിന് തന്നെ ഒരു തിരിച്ചടി PSCയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ 3 പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായ ട്രാൻസ്ഫറിന്, സ്ഥലമാറ്റത്തിന് ഈ സർക്കാരിനെതിരായിട്ട് ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പൊ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു അൻവർ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് കൊണ്ടോ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് ഒരു ക്രമം വിട്ട് ചെയ്യാൻ ഒരു സർക്കാരിന് സാധിക്കില്ല. എങ്കിൽ പോലും സുനിൽദാസിനെതിരായിട്ട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു, കൃത്യമായ അന്വേഷണം നടന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. അത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള ഞങ്ങളുടെ വിധേയത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. പിന്നെ മറ്റൊന്ന്, ക്രിമിനൽ പോലീസിങ്ങിനെ കുറിച്ചൊക്കെ ഇവിടെ വാദോരാതെ പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ചരിത്രം ഓർത്ത് പരിഹാസമാണ് തോന്നുന്നത്. ജയറാം പടിക്കൽ, പുലിക്കോടൻ നാരായണൻ, K ലക്ഷ്മണൻ ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ വളർത്തിയത് കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ലീഡറാണ്. ഈശ്വര വാര്യർ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ വയോവൃദ്ധൻ 60 വർഷക്കാലം കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ കരഞ്ഞു കൊണ്ട് നടന്നു. എന്റെ മകന്റെ ചാരമെങ്കിലും തരൂ, എനിക്ക് കർമ്മം നടത്താനാണ്. ആ കോൺഗ്രസ് ആണോ ആഭ്യന്തരം ഭരിച്ച കിരാതമായ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത ആ കോൺഗ്രസ് ആണോ വലിയ ജനാധിപത്യ ജനകീയമായ പോലീസിങ്ങിനെ കുറിച്ച് പറയുന്നത്? ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി മുത്തങ്ങയിൽ സമരം ചെയ്ത ആദിവാസികളുടെ മേൽ യാതൊരു ദയയുമില്ലാതെ നിഷ്ഠൂരമായി ക്രൂരമായി വേട്ടയാടൽ നടത്തിയ AK ആന്റണിയെ പോലെയുള്ള ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ പാർട്ടിയായ പിന്നെ കോൺഗ്രസ് ആണോ വന്നിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ സഖ്യകക്ഷികളാണോ വന്നിരുന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്? അല്ല, അങ്ങനെ പറയാനാണെങ്കിൽ ശ്രീ ജലീൽ അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പോൾ കൊടിസുനി അടക്കം അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ ജയിലിലൊക്കെ നടന്നിട്ടുള്ള ഓരോന്നും എടുത്തെടുത്ത് നമുക്ക് പറയേണ്ടി വരും. മുൻ മന്ത്രി ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും അല്ലെങ്കിൽ മയക്കുമരുന്നടക്കം ജയിലിനുള്ളിൽ കടക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ഓരോന്നോരോന്നായി എണ്ണി നമുക്കും പറയാൻ കഴിയും. അതെ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരി, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ശ്രീ ജലീൽ. അതായത് ഈ പന്തീരങ്കാവ് UAPA ചുമത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഈ നിങ്ങളുടെ തന്നെ പ്രതിനിധികളായിട്ടുള്ള, നിങ്ങളുടെ തന്നെ കൂട്ടാളികളായിട്ടുള്ള അലൈൻ ഷുഹൈബ്, ത്വാഹ ഫൈസൽ, ഇവർക്കെതിരെ UAPA ചുമത്തിയത്, കേരള പോലീസ് ചുമത്തിയത് അന്ന് ഈ പത്രമാധ്യമങ്ങളുടെ, വാർത്താമാധ്യമങ്ങളുടെയൊക്കെ ഈ തലക്കെട്ട് വാചകം തന്നെ ഞെട്ടിച്ചു എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ഞെട്ടലുണ്ടായത് ഇടതുപക്ഷ സഹയാത്രികർക്ക് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് പരിഹാസമായ കാര്യമാണ് പറയുന്നത്? UAPA എന്ന് പറയുന്ന ഒരു കരിനിയമം ഇന്ത്യ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിച്ചതാരാ? കോൺഗ്രസ് സർക്കാരാണ്. ഇവിടെ കേരളത്തിലെ 2 കേസുകൾ നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ഇങ്ങനെ പർവ്വതീകരിച്ച് പറയുന്നു. 70,000-ഓളം ന്യൂനപക്ഷ യുവാക്കൾ ജയിലുകളിൽ കിടപ്പുണ്ട്. തെറ്റെന്തെന്നറിയാതെ, വിചാരണ എന്തെന്നറിയാതെ, ശിക്ഷ എന്തെന്നറിയാതെ, ജാമ്യം ലഭിക്കാതെ, മതിയായ ചികിത്സ ലഭിക്കാതെ 10-20 കൊല്ലം ഇന്നും വടക്കേ ഇന്ത്യൻ ജയിലുകളിൽ UAPA തടവുകാർ 50,000, 60,000, 70,000 ഇന്നും കഴിയുന്നുണ്ട്. ആരാണ് ആ നിയമം കൊണ്ടുവന്നത്? അങ്ങനെ പർവ്വത സമാനമായ കുറ്റകൃത്യം ചെയ്ത കോൺഗ്രസിനെ പോലെയുള്ള
ഒരു പാർട്ടിയാണോ ഏതെങ്കിലും നക്സലൈറ്റുകൾക്കെതിരായിട്ട് ഒരു കേസ് എടുത്തതിനെ ഈ നിലയിൽ പർവ്വതീകരിച്ചിരുന്നത്? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയിൽ ഒട്ടേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. കരിങ്കൊടി പ്രതിഷേധത്തിൽ നടന്ന ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിലെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം താങ്കൾ മറന്നു കാണില്ല. ആറ്റിങ്ങലിൽ ഒരു പിതാവിനെയും മകളെയും അവമാനിച്ച കേസിൽ പിങ്ക് പോലീസിനെതിരെ കേസെടുക്കുകയും ഹൈക്കോടതി ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എടാ പോടാ വെളി വേണ്ട എന്ന് ഹൈക്കോടതി നേരിട്ട് തന്നെ പോലീസുകാരോട് പറയുന്ന ഒരു സാഹചര്യം, ഒരു സ്റ്റേഷനുള്ളിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുനിച്ചു നിർത്തി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ അനേകം കണക്കുകൾ പറയാനാണെങ്കിൽ ഒട്ടേറെ ഉണ്ട്. ശ്രീ ജലീൽ, ഈ 10 വർഷത്തെ കണക്കുകൾ പറഞ്ഞതെങ്കില്ല. അതുപോലെ തന്നെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു യുവതിയെ, ഒരു പിന്നാക്ക വിഭാഗത്തിലുള്ള യുവതിയെ ഏറെ നേരം കള്ളി എന്ന് വിളിച്ചുകൊണ്ട് ആ സ്ത്രീയെ, ആ വനിതയെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അത്തരത്തിലുള്ള കേസ് ഉണ്ടായില്ല എന്ന് പോലും ഉടമ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വെള്ളം ചോദിച്ചപ്പോൾ ഇത് ടോയ്ലറ്റിൽ നിന്ന് എടുത്ത് കുടിക്കാൻ പറഞ്ഞൊരു സാഹചര്യം. അത് നമ്മൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല ശ്രീ ജലീൽ, ഇതിന്റെ ഒരു രാഷ്ട്രീയ മാനമല്ല പറഞ്ഞ. കഴിഞ്ഞ 10 വർഷം ആഭ്യന്തരം എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള സംശയം ഉളവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത് മാത്രമാണ്. അതിൽ രാഷ്ട്രീയമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒക്കെ ആ ഒരു ക്രമസമാധാന പരിപാലനം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കണക്കുകളാണെങ്കിൽ ഇനിയും ഉണ്ടാനേക്കാം. നോക്കൂ, ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും പോലീസ് ക്രമം വിട്ട് പ്രവർത്തിക്കരുതെന്നുള്ള ആഗ്രഹമാണ് പൊതുപ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചെല്ലാം ഉള്ളത്. അത് ഏത് സർക്കാരിന്റെ കാലത്തായാലും പോലീസായി നിലകൊള്ളണം. കേരളത്തിലെ പോലീസ് രാജ്യത്തിന് മാതൃകയാണ്. ജനമൈത്രി പോലീസാണ്. സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ശക്തനായ ഒരു ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിലെ പോലീസിനെ ജനകീയനാക്കി മാറ്റിയത്. തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ പോലീസിൽ ആ നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമ്മള് വാദപ്രതിവാദങ്ങൾ നടത്തേണ്ടതാണ്. എന്തിനും പോകുന്ന ഇരട്ടച്ചങ്ങനായിരുന്നു കഴിഞ്ഞ 10 വർഷം പോലീസിനെ എന്നുള്ളതാണ്. ആ ഇരട്ടച്ചങ്ങന് സാധിക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യമാണ് CPM സഹയാത്രികർ പോലും ചോദിക്കുക. താങ്കളിലേക്ക് വരാം, താങ്കളുടെ ബാബുദിവാറിലേക്ക് പോവുകയാണ്. ശ്രീ ബാബുദിവാരൻ, ഇത്തരത്തിൽ പല വാദമുഖങ്ങളും ഉയർത്തുമ്പോഴും ഇവർക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കൂട്ടക്കൊലപാതകം നടന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അവർ കൃത്യമായ രീതിയിൽ പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയതാണ്. പക്ഷേ പോലീസ് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ഇപ്പോൾ സഹോ ഇസ്മായിലിനെ പോലുള്ളവർ പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരുന്നാണെന്ന് സഹോ ഇസ്മായിലിനും അറിയാം. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇനി ഒരു തർക്കത്തിലേക്ക് പോകാൻ UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇനി ഒരു തർക്കത്തിലേക്കില്ല. ഈ സംവിധാനം അഴിച്ചു പണിഞ്ഞ് ജനങ്ങൾക്ക് സേവകരായിട്ടുള്ളൊരു പോലീസിനെ ഉണ്ടാക്കാൻ തന്നെയാണ് UDF നയം. അതാണ് നയം. അത് തന്നെയാണ് ഇന്ന് പിന്നെ ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങി വെച്ചത്. ഞാൻ അതിലേക്കുമല്ല. രണ്ടാമത്തെ ഈ തൂഫാൻ ഇത് ഇന്ന് ഈ സമൂഹത്തിൽ എത്രത്തോളം വ്യാപകമായി. എന്ത് പെൺകുട്ടികളുടെ സ്കൂളിൽ ബാത്റൂമിൽ നിന്ന് പെൺകുട്ടികൾ ഈ കഞ്ചാവ് വലിക്കുന്ന ചിത്രങ്ങളാണ് വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് പോകുന്ന പെൺകുട്ടികൾ. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു ഇത് തന്നെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റൂമിൽ ഒറ്റയ്ക്കേ ഇരിക്കൂ, മാതാപിതാക്കളോട് സംസാരിക്കില്ല. അവസാനം ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ എന്തോ ഈ കഞ്ചാവ് അടിച്ചാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ അപ്പോഴേ കിടന്ന് ഉറങ്ങുകയാണ് പെൺകുട്ടി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ സ്കൂളിലെ ഇന്നത്തെ സ്ഥിതി. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അത് തന്നെയാണ് ആദ്യത്തെ ഈ കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വലിയ വിഹാരരംഗമായി കേരളം ഇന്ന് മാറിയിരിക്കുന്നു. ഞാൻ ഈ അടുത്ത ദിവസം നേരിട്ടൊന്ന് കാണാനിടയായി. ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് സ്ഥലം ഞാൻ പറയുന്നില്ല, എൻ്റെ വൈഫിനെ കടയിലോട്ട് ഇറക്കി വിട്ടിട്ട് ഞാനിങ്ങനെ ഒരു തിയേറ്ററിൻ്റെ സൈഡിലെ ഒരു ചെറിയ റോഡിലാണ് ഞാനിങ്ങനെ നിൽക്കുമ്പം ആ ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ഒരു ഊണിൻ്റെ പൊതി, പ്ലാസ്റ്റിക് കവറിലൊരു ഊണ് പൊതി ഇങ്ങനെ വെച്ചിരിക്കുക. എന്നുവെച്ചാൽ ആര് വന്നാലും ഊണ് വാങ്ങിക്കാൻ പോയിരിക്കുക. ആ ഊണ് പതിക്കാതിരിക്കുന്നത് അവിടെ വരുന്ന പുള്ളി അവരുമായിട്ട് സംസാരിക്കും. ഞാൻ ആ കാറിൽ ഇരിക്കുന്നവർ കാണുന്നില്ല. കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ അവിടെ നിൽക്കുന്നതിനിടയ്ക്ക് 3 or 4 പേര് വന്ന് അദ്ദേഹവുമായി സംസാരിച്ച് കയ്യിൽ പൊതി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ തിരുവനന്തപുരം സിറ്റിയുടെ നടുക്ക് പട്ടാപ്പകൽ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രീ രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്നത് ആദ്യം ഏറ്റവും കൂടുതൽ എല്ലാ ചെറുപ്പക്കാരെയും ആ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അതിഭയാനകമായ ഒരു അന്തരീക്ഷം
അതിനാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയെല്ലാം നമുക്ക് നിവൃത്തിയുള്ളതാണ്. വളർന്നു വരുന്ന ഒരു തലമുറയെ മുഴുവൻ പിന്നെ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ വളർന്നു വന്നാൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ഇന്ന് ഈ കഞ്ചാവ് കച്ചവടക്കാരും അതും ഈ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവർക്ക് ഇപ്പോൾ ഈ ലിക്കറും ലഹരിയൊക്കെ വാങ്ങിക്കാനും കിട്ടാനും ഒക്കെ ഉള്ള പരിമിതി അതാണിപ്പോൾ ഈ അവരെല്ലാം ഈ മയക്കുമരുന്നിലേക്ക് പോവുകയാണ്. ഇന്ന് എല്ലാം സുലഭമായി ലഭിക്കുന്നു കോളേജുകളിൽ കോംപ്ലക്സുകളിൽ. ആ ഒരു സ്ഥിതിവിശേഷം ഭയാനകമാണ്, ആർക്കും നിഷേധിക്കാനാവില്ല. അതിനെതിരായി ശക്തമായ ഞാൻ പറയുന്ന ഇതിന് എല്ലാ സ്കൂളുകളിലും ഇതുമായി അനുബന്ധിച്ച് പോലീസുമായി ചേർന്ന് ഒരു ജനകീയ സംവിധാനം ഇതിനുണ്ടാകും. ഞാൻ പറഞ്ഞ അവിടുത്തെ പഞ്ചായത്ത് അംഗം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയൊരു സാമൂഹ്യ ഒരു മുന്നേറ്റമാക്കി ഈ മയക്കുമരത്തിനെതിരായിട്ടുള്ള ഇത് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് ജനങ്ങൾ അത് ഞാൻ പറഞ്ഞ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ അല്ലല്ല, ഇവിടുത്തെ പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, മറ്റ് പിന്നെ മതാടിസ്ഥാനമായിട്ടുള്ള സംഘടന ആരും ആയിക്കോട്ടെ, നമ്മുടെ ഈ സമൂഹത്തിലെ ഈ ഒരു ഭയാനകമായി വളർന്നു വരുന്ന ഈ ദുഷ്പ്രവണതയ്ക്കായി നമ്മൾ ഒറ്റക്കെട്ടായി, അത് കക്ഷിഭേദമന്യേ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ ഒന്നും കൂടാതെ നമ്മൾ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കണം. അതിന് തുടങ്ങി വയ്ക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാനിൽ അത് ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശ്രീ രമേശ് ചെന്നിത്തല ശ്രമിക്കണം എന്നാണ് എൻ്റെ. തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് MS വേണുഗോപാൽ, ഒരു കാര്യം കൂടി, ഹൈക്കോടതി തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഡാ പോട എന്നുള്ള വിളികളൊന്നും വേണ്ട, ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അത് കേരള പോലീസിനോട് പല ആവർത്തി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ ശ്രീ ജലീൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു സ്വതന്ത്ര പോലീസിംഗ് ആണ് കാണാൻ കഴിഞ്ഞെന്നുള്ളത്. ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള ചില പ്രശ്നങ്ങൾ, ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. താങ്കളും അത് കണ്ടിരിക്കുകയാണ്. അത് കുടുംബത്തോടൊപ്പം മാളിലേക്ക് വന്ന ഒരു പോലീസുകാരനെ കൂട്ടം കൂടി ചേർന്ന് DYFIക്കാർ മർദ്ദിക്കാൻ ഒരുങ്ങുന്നതും അവനെ പിടിച്ചുകൊള്ളുന്നതും അസഭ്യം നിറഞ്ഞ വാക്കുകൾ അവൻ്റെ കുടുംബത്തിന് മുന്നിൽ വെച്ച് പറയുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നഗരൂരിൽ പോലീസുകാരനെ തടഞ്ഞു നിർത്തി നഗരൂരിൽ വളരെ മോശമായ രീതിയിൽ ഭീഷണി മുഴക്കുന്ന തരത്തിൽ അസഭ്യം വിളിച്ചു പറയുന്ന സാഹചര്യം പിന്നീട് ആ കേസ് എടുത്തെന്ന് പറഞ്ഞ് നഗരൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള രീതികളിലേക്ക് കിടക്കുന്നു. പോലീസിംഗ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു കടിഞ്ഞാണായി അല്ലെങ്കിൽ അവർ അത് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അവസ്ഥാവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പാർട്ടിസാൻ പോലീസിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് സഖാവ് ജലീലിനടക്കമുള്ളവർക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യസന്ധമായി അദ്ദേഹം വിലയിരുത്തുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് ഓഫീസറെ DYFIക്കാർ കൈകാര്യം ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ SFIക്കാർ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് കയറി വന്ന്, യൂണിവേഴ്സിറ്റി ഓഫീസിനകത്ത് കയറി വന്ന് വൈസ് ചാൻസലർക്കെതിരെ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഗ്ലാസ് ഡോർ ഇടിച്ച് അദ്ദേഹത്തിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് വന്ന സന്ദർഭങ്ങൾ, ഇറങ്ങി പാടാ നിന്നെ തട്ടിക്കളയുമെന്ന് പറയുന്ന സാഹചര്യം, ആ സമയത്തൊക്കെ പോലീസ് കൈയും കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പം നമ്മൾ പറയുന്നതാണെന്നിരിക്കും, പക്ഷേ ഞാൻ കോടതികളുടെ ചില വിധികൾ പറയാൻ പോവാണ്. കേരള ഹൈക്കോർട്ട് പ്രഖ്യാപിച്ച ഒരു കസ്റ്റോഡിയൽ ടോർച്ചർ ഈസ് ആൻ അഫ്രണ്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, അത് കേരളത്തിൽ പലയിടത്തും നടക്കുന്നു, അതുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീറോ ടോളറൻസിനായിട്ട് ഹൈക്കോടതിൻ്റെ ഒരു ഡയറക്ഷൻ. അതുപോലെ തന്നെ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോർട്ട്, അവിടെ CPM വർക്കേഴ്സ് 2017 കണ്ട് 15 നടന്നതാണ്, അത് പിന്നീടാണ് അതിൻ്റെ ഇടപെടൽ നടന്നത്. അവിടെ പോലീസിനെ ക്രൂരമായി കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ട് പറഞ്ഞു ഈ കേസ് വിഡ്രോ ചെയ്യണമെന്ന് 16 ശേഷം വന്ന സർക്കാർ ആവശ്യപ്പെടുകയും അത് സാധ്യമല്ല, ഈ കേസ് നിലനിൽക്കും എന്ന് തളിപ്പറമ്പ് കോടതി പറയുകയും ചെയ്തു. ഏറ്റവും അടുത്ത് നടന്നൊരു സംഭവം, ഹൈക്കോർട്ട് അടക്കം ഇടപെട്ടുകൊണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആ കേസിൽ കോടതി ഇടപെടുകയും ഹൈക്കോടതി ഇടപെടുകയും അവിടുത്തെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും അതുപോലെ തന്നെ പയ്യന്നൂർ SHOയ്ക്കും ഡയറക്ഷൻ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം ഇലക്ഷന് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് പല സ്ഥലത്തും പാർട്ടി പരിപാടികൾക്ക് റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പന്തൽ കെട്ടിയതിനെക്കുറിച്ച് വിമർശനമുണ്ടായി. എന്നിട്ടും അത് തുടർന്നതിനെതിരെ ഹൈക്കോർട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ക്രിറ്റിസിസവും അത്തരത്തിലുള്ള നടത്താൻ പാടില്ലെന്നും അത് സർക്കാർ അത് മാറ്റാനുള്ള നടപടി എടുക്കണമെന്നും ഇല്ലെങ്കിൽ സർക്കാർ ഓഫീസർമാർക്കെതിരെ നടപടി എടുക്കുമെന്നൊക്കെ പോലീസ് ഹൈക്കോടതി പറയുന്ന സന്ദർഭങ്ങൾ. ഇത് ഒന്നൊന്നുമല്ല, ഒരു 10 ഓർഡറെങ്കിലും തരത്തിലുള്ളത് എനിക്ക് താങ്കളുടെ മുമ്പ് ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറയുമ്പോഴാണ് താങ്കൾക്ക് കുറ്റം തോന്നുക.
കോടതി അങ്ങനെ പറഞ്ഞപ്പോൾ കോടതി രണ്ട് സൈഡും പരിശോധിച്ചിട്ടാണല്ലോ പറയുക. അവിടെ പാർട്ടിയുടെ പിന്നെ വക്കീലും കാണും, ഗവൺമെൻറ് വക്കീലും കാണും, പ്രതിയുടെ വക്കീലും കാണും. ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ അവസാനം കോടതി എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ആ ഡിസിഷനുകളിൽ പോലും അത് വ്യക്തമാണ്. അപ്പം അത് മനസ്സിലാക്കേണ്ട നമുക്ക് ഏറ്റവും പ്രധാനം പിന്നെ ഞാനൊരു കാര്യം പറയാം. ജനമൈത്രി പോലീസിങ്ങിൻ്റെ നടത്തിപ്പുകാരനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പീരീഡിൽ കേരളത്തിൽ വളരെ വലിയ തോതിൽ ഈ ജനമൈത്രി പ്രോഗ്രാം നടപ്പിലാക്കിയിരുന്നു. ആ പ്രോഗ്രാമുകളൊക്കെ പിന്നീട് അത് നിന്നുപോയി. അതെ, അത് നിന്നിട്ട് പോലീസിനെ കാണാൻ ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്ന് ജനങ്ങൾ വിലപിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായില്ലേ? VS അച്യുതാനന്ദൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പോലീസ് എന്ന് പറയുന്നത് ഒരു നീതിന്യായ കോടതി പോലെയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയും അവർക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത്. അവരെ കോടതിയിൽ പോകാൻ അനുവദിക്കരുതെന്നാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ കോടതികൾ തോറും കയറി നടക്കുകയും ആ കോടതിയിൽ സർക്കാർ കോടികൾ ഖജനാവിൽ നിന്ന് മുടക്കി വലിയ വക്കീലിനെ കൊണ്ടുവന്ന് ഈ വാദിക്കെതിരെ പിന്നെ വാദിച്ചുകൊണ്ട് അവരെ പുറത്താക്കി അവരുടെ ആ അപേക്ഷ തള്ളിക്കളയാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള എത്ര സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. ഇത് എന്താണ് വ്യക്തമാക്കുന്നത്? ഇത് വ്യക്തമാക്കുന്നത് തെളിവുകൾ സഹിതം, അതായത് കോടതിയുടെ ഉത്തരവുകൾ സഹിതം ഞാൻ താങ്കളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഇത് വ്യക്തമാക്കുന്നത് പോലീസിംഗ് വളരെ പാർഷ്യലായി നടന്നു വ്യക്തമാക്കുന്നത്. അല്ല, അതിലിപ്പം ജലീൽ പുനലൂർ, ഈ നമുക്കറിയാം കോന്നി MLA KU ജനീഷ് കുമാറിനെതിരായ ഒരു പോലീസ് കേസുണ്ട്. അതായത് ഈ കൂടൽ പോലീസാണ് MLAക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ വനപാലകർ നൽകിയ പരാതിയിൽ, അതായത് അവിടെ ചെന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഓഫീസിലെത്തി ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുന്നൊരു സംഭവം. അതോടൊപ്പം തന്നെ ഈ ഇരവിപുരം പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിൽ ഈ സംഘടനകൾ വന്ന് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പലയിടത്തും ഈ പറഞ്ഞതുപോലെ ജയിലുകളിലടക്കം ഇത്തരത്തിൽ വലിയ ഇടപെടൽ നടത്തുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തരത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല ശ്രീ ജലീൽ, ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത് ശ്രീ MS വേണുഗോപാൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള കാര്യങ്ങൾ. അതായത് നേരത്തെ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ വാർത്തകൾ പലത് വരുന്നു, PV അൻവറുമായി ബന്ധപ്പെട്ടതൊക്കെ വാർത്തകളായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ ശ്രീ MS വേണുഗോപാൽ പറഞ്ഞതുപോലെ കോടതിയുടെ പരിഗണനയിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മിക്കുക. അതായത് 2018 വരാപ്പുഴ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ആളുമാറി കസ്റ്റഡിയിലെടുത്ത് RTFന്റെ പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുക്കുകയും ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണപ്പെടുകയും അത് കോടതിയുടെ മുമ്പിൽ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2019 നെടുങ്കണ്ടം രാജ്കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പറയുന്നു. 2021 താമരശ്ശേരി ജിതേഷ് എന്ന് പറയുന്ന വ്യക്തിയെ വയോധികനെ മർദ്ദിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത ജിതേഷ് സബ് ജയിലിൽ വെച്ച് മരണപ്പെട്ട സംഭവത്തിൽ പിന്നീട് കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായി. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളൂ, ഇനിയും അനേകം ഉണ്ട്. ഈ 2018 മുതലുള്ള കണക്കുകൾ ഒട്ടേറെ ഉണ്ട്. അതായത് കോടതിയുടെ മുമ്പിലെത്തിയ കണക്കുകൾ നമ്മൾ പരിശോധിക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. ഈ തരത്തിലുള്ള കോടതിയുടെ മുമ്പിലെത്തിയ സാഹചര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല. കഴിഞ്ഞ 10 വർഷം ആഭ്യന്തരം എന്ന് പറയുന്ന വകുപ്പിന്റെ ഈ ഒരു അവസ്ഥയാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക്, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു കൊടുങ്കാറ്റ് തന്നെ രൂപപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറാൻ സാഹചര്യം ഒരുക്കിയതെന്നുള്ള ആ ഒരു കാര്യം കൂടി അംഗീകരിക്കേണ്ടതില്ലേ? നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞ ആ 3 കസ്റ്റഡി കൊലപാതകങ്ങൾ, വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെയും ഇടുക്കിയിലെയും താമരശ്ശേരി അടക്കം നിരവധി കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ഹൃദയഭേദകമാണ്. അതിനോടൊന്നും ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഒരു നിലയ്ക്കും യോജിക്കില്ല. കാരണം പോലീസിന്റെ ഇരുണ്ട മുറികളിൽ എത്തപ്പെടുന്ന പ്രതികളായ സാധാരണ മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നു തള്ളുന്നത് ഏത് സർക്കാരിന്റെ കാലത്തായാലും അതിനെയൊന്നും ന്യായീകരിക്കാൻ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സാധിക്കില്ല. പക്ഷെ ഇതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. അതൊരു പക്ഷേ ഈ ബാബുദ്വാര സാറിനെ പോലെയുള്ള നിയമവിദഗ്ധർക്ക് അത് കൂടുതൽ അറിയാം. ഇത്തരം വിഷയങ്ങളിൽ ഒരു പാർട്ടിക്കോ സർക്കാരിനോ ഇടപെടുന്നതിന് ഈ രാജ്യത്ത് പരിമിതികളുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാകും, തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു നിരപരാധിയെ കൊന്നു തള്ളി ആ അമ്മ 10-30-40 വർഷത്തോളം കോടതി കയറി ഇറങ്ങി. CBI കോടതി ഈ പ്രതികൾക്ക് തൂക്കുകയർ വിധിച്ചു. സത്യത്തിൽ ഞാനൊക്കെ വളരെയേറെ ആഹ്ലാദിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഈ പോലീസ് നന്നാകുമല്ലോ എന്ന്. നിർഭാഗ്യവശാൽ അവസാനം സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു കെട്ട നീതിന്യായ വ്യവസ്ഥ പോലീസിനെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയും നമുക്കാർക്കും വേണ്ട. ഇത് പോലീസിലെ പുതുതായി വരുന്ന ഉദ്യോഗസ്ഥർ ഒക്കെ ഇന്ന് വരുന്നത് ബിരുദധാരികളാണ്. പഴയ കുട്ടൻപിള്ള പോലീസിന്റെ ഏട്ടുകുട്ടൻപിള്ളയുടെ പോലീസ് അല്ലെന്ന് നല്ല ബിരുദധാരികളാണ്. അവർ സ്വയം തീരുമാനിക്കുന്നത് ഞാൻ ജനസേവകനാണ്,
അല്ലാത്ത ജനമർദ്ദകനല്ല, ഒരു മർദ്ദകനല്ല എന്ന് അവർ സ്വയം തീരുമാനിക്കണം. ഇപ്പൊ ഇവിടുത്തെ വിഷയം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട തീർച്ചയായിട്ടും ബാബു ദിവാകരൻ സാറ് ഒരു തർക്കത്തിന് പോകാനില്ലെന്ന അദ്ദേഹത്തിന്റെ ആ വാദമുഖത്തെ ആ വാക്കുകളെ ഞാൻ അങ്ങേയറ്റം അർത്ഥവത്തായി ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുകയാണ്. കാരണം ഈ നിലയിൽ ഇപ്പോൾ കേരളത്തിൽ വളർന്ന് ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ലഹരിക്കെതിരായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നടത്തിയിട്ടുള്ള ആ ചുവടുവയ്പ് ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിഷേധാത്മകമായി കാണുന്നില്ല. ഞങ്ങൾ പറയുന്നു ക്രിയാത്മക പ്രതിപക്ഷമായി ഇത്തരം ജനകീയ വിഷയങ്ങളിൽ സർക്കാരിനും പോലീസിനും കരുത്തായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇടതുപക്ഷം മാറും. നമ്മൾ അറിയേണ്ടത് ഇത് ഒരു പോലീസിനെ കൊണ്ടോ ഒരു രമേശ് ചെന്നിത്തലയെ കൊണ്ടോ മാത്രം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഇത് ബാബു ദിവാകരൻ സാറ് പറഞ്ഞതുപോലെ മാധ്യമ പ്രവർത്തകര്, യുവജന സംഘടനകള്, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകര്, മതസംഘടനകൾ, അങ്ങനെ എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും മലയാളി ഒന്നിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയോ, രാഷ്ട്രപിതാവ് വിഭാവനം ചെയ്ത ഒന്ന് കോൺഗ്രസ് വിസ്മരിച്ചു പോകുന്നു എനിക്കൊരു പരാതിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് മദ്യവർജനമാണ്, മദ്യനിരോധനമല്ല, മദ്യവർജനം. ഇന്ന് എവിടെ എത്തി? ശ്രീ എം പി മന്മഥനെ പോലെയുള്ള ഗാന്ധിയന്മാർ മരിക്കുന്നത് വരെ ഈ മദ്യവർജനത്തിന് വേണ്ടി പോരാടി. കോൺഗ്രസ് ഭരിച്ചിട്ട് പോലും മദ്യം വർജിപ്പിക്കാനോ മദ്യനിരോധനം ഏർപ്പെടുത്താനോ ഈ സാധിക്കാത്ത ഒരു അല്ല അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബാറുകളടക്കം നിരോധിക്കുന്ന സാഹചര്യം. അതോടൊപ്പം VM സുധീരൻ KPCC അധ്യക്ഷ പദവിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ എല്ലാവിധത്തിലും മദ്യത്തിന് നിയന്ത്രണം ഉണ്ടായത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് സ്വന്തമായ ഒരു മദ്യം ഉണ്ടാക്കുന്നതിന്റെ പേരിൽ എന്തെല്ലാം അധികാരത്തിൽ വരുമ്പോ എത്ര ബാറുണ്ട് ഇപ്പൊ എത്ര നമുക്ക് ആ ചർച്ച വഴിതിരിച്ചു വിടണ്ട. നമുക്ക് ഒരു കാര്യം കൂടി, ഇപ്പോൾ താങ്കൾ പറഞ്ഞു തന്നെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കേണ്ടത്, താങ്കളെ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ്, പോലീസിന്റെ ഡിജിറ്റൽ സംവിധാനമായിരുന്നു. എത്ര കേസുകളാണ് ആ യോദ്ധാവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ലഭിച്ചത്? അതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതുവരെയും പരസ്യപ്പെടുത്താനായിട്ട് സർക്കാരിന് കഴിഞ്ഞിരുന്നോ എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, അതുമായി ബന്ധപ്പെട്ട വിമുക്തി മിഷന്റെ ഒട്ടേറെ പരിപാടികൾ നടത്തിയിരുന്നു. ഈ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ വന്നിരുന്ന കണക്കുകളും കാര്യങ്ങളും വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ, അത് പരസ്യപ്പെടുത്താൻ, അത് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ജനങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് അറിയില്ല. അത് മാത്രമല്ല, സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന വിപുലമായ ഒരു പരിപാടി നിങ്ങൾ നടത്തിയിരുന്നു, ക്യാമ്പസുകളിൽ ഉൾപ്പെടെ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തിയിട്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തെങ്കിലും പൂർത്തീകരിച്ചതായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വളരെ അനുചിതമായ നടപടികൾ സ്വീകരിച്ചതായോ താങ്കൾക്ക് അറിവുണ്ടോ? എനിക്കില്ല. നോക്കൂ, ആളിക്കത്തുന്ന അഗ്നി പോലെയാണ് ഈ ലഹരിയുടെ വ്യാപനം ഇന്ന് നടന്നിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തും ലോകത്തും വ്യാപനം നടക്കുകയാണ്. മയക്കുമരുന്ന് കൈവശം വെച്ചാൽ കഴുത്തു പോകുമെന്ന് വിധിയുള്ള സൗദി അറേബ്യയിൽ പോലും മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ട്, UAE നടക്കുന്നുണ്ട്. ഇതൊരു മൊത്തത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. ഇതിനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ ഒരു ജില്ലയ്ക്ക് വേണ്ടി മാത്രം തടഞ്ഞു നിർത്താൻ ഒക്കില്ല. ഇതിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അത് അടിവരയിട്ട് പറയുന്നു, ഇതിൽ വർജനമാണ് നല്ലത്. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് ബോധവൽക്കരണം നടത്തണം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നും സ്കൂൾ തലത്തിലായാലും അല്ലെങ്കിൽ മറ്റു പൗരസമിതികൾ മുഖേനയും യുവജന സംഘടനകൾ മുഖേനയും പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇതിന് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അതിൽ പൂർണ്ണമായി വിജയിച്ചു എന്നുള്ളൊരു അവകാശം വാദം എനിക്കില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊണ്ടുവരുന്ന ഈ വിപ്ലവകരമായ പദ്ധതിയെ ഒരു മലയാളി എന്നുള്ള നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സർവ്വന സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകണം. ഇതിൽ രാഷ്ട്രീയമല്ല വേണ്ടത്. പിന്നെ പിണറായി വിജയന്റെ കാലത്ത് പോലീസിലെ നെഗറ്റീവുകൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. കാര്യം എന്താ? ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്കാണ് ഡിജിറ്റൽ യുഗം പോലീസിൽ ആരംഭിക്കുന്നത്. പോലീസിന്റെ ഇടിമുറികളിൽ പോലും CCTV വന്നത് ഈ കാലത്താ. അപ്പൊ ഒരു പോലീസിന്റെ എല്ലാ CCTVയുടെ ദൃശ്യങ്ങൾ ഒന്ന് കരസ്ഥമാക്കണമെങ്കിൽ ഏതെല്ലാം നൂലാമാലകളുടെയും എത്ര വർഷങ്ങൾ കാത്തിരിക്കണം എന്നുള്ളത് നമ്മൾ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ. ഇതുപോലെ വളരെ പ്രമാദമായ കേസുകൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് CCTV പ്രവർത്തിക്കാതാകുന്നു. അത് ഹൈക്കോടതിയിൽ പോയി വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം താങ്കൾ ഉൾപ്പെടെ കണ്ടതാണ്. ഈ ഒരു യുവാവിനെ ഈ മുറിക്കുള്ളിൽ കയറ്റി പോലീസുകാർ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. അതിലുപരിയായി ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ ആ പോലീസുകാരൻ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടാണ്. ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്, ഒന്നാം പിണറായി സർക്കാരിൽ നടന്ന കാര്യങ്ങളാണ്. ആ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ബന്ധപ്പാട് അത് താങ്കളും കണ്ടതായിരിക്കും ആ വാർത്തകൾ കണ്ടപ്പോൾ. നോക്കൂ, 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കേസുകൾ നമുക്കിങ്ങനെ പർവ്വതീകരിച്ച് പറയാൻ സാധിക്കും. പക്ഷേ ഈ 10 വർഷക്കാലത്തിനിടയിലാണ് രാജ്യത്തെ മികച്ച കുറ്റാന്വേഷണ ഏജൻസി എന്നുള്ള അവാർഡ് ദേശീയ തലത്തിൽ വാങ്ങിയ സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെതാണ്. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു കുറ്റാന്വേഷണ ഏജൻസിയായി
പോലീസ് മാറിയിട്ടുണ്ട്. തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാടും ആന്ധ്രയും UP-യിലുമുള്ള നീതിന്യായ വ്യവസ്ഥയേക്കാൾ ക്രമസമാധാന നിലയേക്കാൾ ശക്തമായ ഒരു സംവിധാനമുള്ള സംസ്ഥാനത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണ്. ഇതൊക്കെ ഈ പോലീസ് സംവിധാനത്തിന്റെ മികവായിട്ട് കൂടി നമ്മൾ കാണണം. നെഗറ്റീവിനെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്, തിരുത്തപ്പെടേണ്ടതായിട്ട് പലതുകൊണ്ട്. അതിനി നേരിടാൻ പോകുന്ന UDF സർക്കാരാണ്. കാരണം പോലീസ് എന്ന് പറയുന്നത് ഒരു പിന്തുടർച്ചയാണ്. ഒറ്റ ദിവസം കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ ഈ എല്ലാ നെഗറ്റീവുകളും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കും വേണ്ട, എനിക്കും വേണ്ട. തീർച്ചയായിട്ടും ഈ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവിധ പാവകങ്ങളും നേരാനാണ് ഞാൻ തീർച്ചയായും. ഒരു കാര്യം കൂടി, താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിനോട് വാദപ്രതിവാദത്തിന് വേണ്ടിയിട്ടല്ല, താങ്കൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞു വരുന്നു. അതിൽ ഈ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വാളയാർ സഹോദരിമാരുടെ മരണവുമായി ബന്ധപ്പെട്ട ആ കേസ് ഏത് വഴിയിലൂടെയാണ് പോയതെന്നുള്ള ഒരു ചരിത്രം താങ്കൾ പരിശോധിക്കുക. KM ബഷീറിന്റെ വാഹനാപകട കേസ് ഇപ്പോൾ ഏത് നിലയിൽ എത്തി നിൽക്കുന്നുവെന്ന് പരിശോധിക്കുക. ജിഷ വധക്കേസിലെ പ്രാരംഭ നില എങ്ങനെയായിരുന്നു എന്നുള്ളത് പരിശോധിക്കുക. അതിനുശേഷം ചെങ്കളം ദമ്പതികളുടെ തിരോധനം 2017 ആ തിരോധനവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ വീഴ്ച എന്താണെന്നുള്ള ചരിത്രം ഒന്ന് പരിശോധിക്കുക. രാഷ്ട്രീയ കൊലപാതകത്തിലെ ഡമ്മി പ്രതികൾ അത് വന്നിട്ടുള്ള ഒട്ടേറെ കേസുകളുമായി പെരിയ ഇരട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊന്ന് ആലോചിക്കുക. ഇത് ഈ പറഞ്ഞതുപോലെ നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങളും ഒന്ന് ആലോചിക്കുക. അത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ കൂടി ആലോചിക്കാനുണ്ട്. ഞാൻ ചെറിയ ലിസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ശ്രീ ബാബു ദിവാറിലേക്ക് ശ്രീ ബാബു ദിവാറിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഈ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ. കാരണം പലരും നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ അവരുടെ വാഹനങ്ങൾ പിടിക്കുമ്പോൾ അവർ എല്ലാം അടയ്ക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിൻ്റെ പെറ്റി അടയ്ക്കുന്നു, ബാക്കി നിയമ നടപടികളെല്ലാം ചെയ്താലും ഇത് വിട്ടുകൊടുക്കാൻ പോലീസുകാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പലരും അത് ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതിന് ഒരു വലിയ മാറ്റം. അത് ഒന്ന്, ആ പരിസരത്ത് വാഹന തടസ്സങ്ങളുണ്ടാകുന്നു, ബ്ലോക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഒന്ന് ആ പെറ്റി വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പിഴ അടച്ചുകൊണ്ട് അത് തിരിച്ചു കൊടുക്കാനൊരു സംവിധാനം ചെയ്യാത്ത ഒരു പോലീസായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മാറ്റം വരുന്നു. അതിനെ എങ്ങനെ നോക്കിക്കാണാം? അതിനകത്ത് ഞാനൊരു പ്രാക്ടീസ് ചെയ്ത വക്കീലും കൂടെ ആയതുകൊണ്ട് എനിക്കറിയാം, ഈ കെട്ടിക്കിടക്കുന്ന ഈ വാഹനങ്ങളെല്ലാം ഓരോ കേസിൽപ്പെട്ടതാണ്. ആ കേസിൻ്റെ വിധി വരുന്നത് വരെ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള പരിമിതിയുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ആ പേട്ട സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ ആ റോഡ് മുഴുവൻ പാർക്ക് ചെയ്യേണ്ട സ്ഥലം മുഴുവൻ വണ്ടി എടുക്കുകയാണ്. അതെ, ഏത് സ്റ്റേഷൻ്റെ മുമ്പിൽ. പക്ഷെ അതും ചെയ്യാനൊക്കും. ഇതുപോലെ ഡിസ്പോസബിൾ ആയിട്ട് വാഹന തടസ്സം ഉണ്ടാകും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഡംപ് ചെയ്യണം. അതിനുള്ള ഡംപിംഗ് യാർഡ് കണ്ടുപിടിച്ചാൽ മതി. അതിങ്ങനെ റോഡ് സൈഡിലും പോലീസ് സ്റ്റേഷനകത്തും അവിടെ എവിടെയൊക്കെ ഇടാം, എവിടെയെല്ലാമാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊരു കാര്യം പക്ഷേ ഇതിനകത്ത് ഇപ്പം ഈ പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ നിലയിൽ നിന്നുണ്ടാകുന്ന അട്രോസിറ്റി, നിയമവിരുദ്ധമായ ഈ പ്രവർത്തനം, അതിൽ കർശനമായ നിലപാട് സ്വീകരിക്കണം. ഭരണാധികാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു പരാതിക്കാരനോട് അട്രോസിറ്റി കാണിച്ചോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ ഒരു പരിരക്ഷണവും കൊടുക്കരുത്. നേരെ മറിച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ഗൺമാന്മാരെ അത് എന്താണ് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു ഭരണാധികാരി അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് ഉദ്യോഗസ്ഥന്മാർ അതിന് വിട്ട് പെരുമാറും. പക്ഷെ ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയോട് ആദ്യമേ പറഞ്ഞു, ഒരു സംരക്ഷണവും അവർക്ക് കൊടുക്കാൻ പാടില്ല. നിയമവിരുദ്ധമായി അട്രോസിറ്റീസ് കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന നിലപാട് ആദ്യമേ തന്നെ എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത് 50% കുറയും. ശ്രീ ബാബു ദിവാരൻ, ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ ബിന്നി ചോദിച്ചൊരു ചോദ്യത്തിനോട് തന്നെ ആഡ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറഞ്ഞ പോലെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒട്ടേറെ സ്റ്റേഷനുകളിൽ ഈ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതിലേതെങ്കിലും തരത്തിലുള്ള നിയമവശങ്ങളുണ്ടോ? അതായത് കോടതിയിൽ നിന്ന് ഇത്ര മാസങ്ങൾക്കാകാം അല്ലെങ്കിൽ ഇത്ര നാൾ കഴിഞ്ഞേ കിട്ടൂ എന്നുള്ള അങ്ങനെ എന്തെങ്കിലും രീതികളുണ്ടോ? ഈ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണോ? ഇതെല്ലാം ഒരു ആക്സിഡന്റ്, ചിലപ്പോൾ പകുതി ആക്സിഡന്റുകളാണ്. അപ്പൊ ഇതെല്ലാം കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ തൊണ്ടിയാണ് ഇതൊക്കെ. പകുതിയിൽ കൂടുതലും അതിന്റെ തൊണ്ടിയാണ്. അപ്പോൾ ആ കേസ് ഡിസ്പോസ് ചെയ്യുന്നവരെ ഈ തൊണ്ടി സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബാധ്യതയാണ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഇങ്ങനെ റോഡ് നമുക്ക് സ്ഥലമില്ല, ഇത്രയും ഡെയിലി 2-3 ആക്സിഡൻറ്റ്, 2-3 വാഹനങ്ങൾ ഇതുപോലെ കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഇടുകയാണ്. ഇതെവിടെ ഇടാൻ സ്ഥലമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആദ്യമൊക്കെ കേസ് നടന്നതും പോയതുമായിട്ടുള്ള കേസുകളിൽ അല്ലെങ്കിൽ ഇതിന് നമുക്ക് എവിടെ അതിപ്പോൾ ശ്രീ ബാബുദുരൻ പറഞ്ഞത് ശരിയാണ്. ഈ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി അങ്ങനെയുള്ള തൊണ്ടി മുതല, പക്ഷെ അല്ലാതെ പിഴ ആയിട്ട് വരുന്ന വാഹനങ്ങളുണ്ട്. ഇപ്പോൾ മണലുമായി വരുന്നതുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വാഹനങ്ങൾ ഇങ്ങനെ. അതെ, പിന്നെ അതോടൊപ്പം തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഇത് ലൈസൻസ് ഇല്ലാതെയോ അങ്ങനെയൊക്കെ വരുന്ന വാഹനങ്ങൾ, ബൈക്ക് ഉൾപ്പെടെ പിടിക്കുന്നുണ്ട്. പക്ഷേ അവർ അതിൻ്റെ എല്ലാ
തിരിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ചോദിക്കുന്ന പിഴ കൊടുക്കാനും എല്ലാം തയ്യാറാണെങ്കിൽ പോലും അത് വിട്ടുകൊടുക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അല്ല, അത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിന്റെ എന്തെങ്കിലും ഒരു വിധി പറഞ്ഞിട്ട് ഇതിന്റെ തൊണ്ടി എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് കോടതിയിൽ നിന്നൊരു ഡയറക്ഷൻ വരാതെ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പരിമിതിയുണ്ട്. പരിമിതി ഇല്ലാത്ത കേസുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനൊരു പരിമിതി ഉണ്ട്. ആ പരിമിതിയാണ് ഇവരെ ഇതിൽ നിന്ന് പക്ഷെ അതിനും ഇതെല്ലാം കൂടെ അങ്ങനെയുള്ള തൊണ്ടി സാധനങ്ങൾ കേൾക്കുന്നതിനൊക്കെ നമുക്ക് ഒരു പൊതുസ്ഥലം കണ്ടുപിടിക്കണം. പൊതുവായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പിന്നെ അതിനൊരു സംവിധാനം ഉണ്ടാക്കാം. അത് ഈ പോലീസ് സ്റ്റേഷന് ഇപ്പൊ ഒരു സ്റ്റേഷനിലും കയറി ചെല്ലാൻ പറ്റാത്ത കണക്കാണ് വണ്ടികൾ കൊണ്ടിട്ടിരിക്കുന്നത്. റോഡിലും ആ പ്രദേശത്ത് ചെല്ലാൻ പറ്റാത്ത കണക്കിൽ അതിനെന്തായാലും അതിനൊരു സംവിധാനം കണ്ടുപിടിക്കണം. തീർച്ചയായും ശ്രീ MS വേണുഗോപാൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തൂഫാൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ ജൂൺ 1 മുതൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കൂൾ തുറക്കുന്ന ആ ദിവസമാണ്. ഏറ്റവും കൂടുതൽ അത് ലക്ഷ്യം വയ്ക്കുന്നത് ഈ സ്കൂൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, അത് നമ്മളിനി എത്രയൊക്കെ മറച്ചു വെച്ചാലും അതൊരു യാഥാർത്ഥ്യമായി തന്നെ മാറി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് അദ്ദേഹം സൂചിപ്പിച്ച പോലെ, ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ച പോലെ, ഇത് ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയില്ല. എല്ലാവരും കൂടി ചേർന്ന്, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാധ്യമപ്രവർത്തകരും മറ്റ് ജനങ്ങളും സ്കൂളിന്റെ പരിസരത്തുള്ള പ്രത്യേകിച്ച് അത്തരത്തിലുള്ള അവിടുത്തെ വാർഡ് മെമ്പർമാര് ഈ കട എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സാഹചര്യം തന്നെ അല്ലേ ഇപ്പോൾ ഉള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മയക്കുമരുന്നുകളുടെ കാര്യത്തിലും വലിയ ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്ന കാര്യത്തിലും പോലീസിനെ അറിയിക്കാൻ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനം മുമ്പ് ഉണ്ടാക്കുമായിരുന്നു. അത് ഒന്ന് കമ്മീഷണർ സീക്രട്ടായിട്ട് അല്ലെങ്കിൽ SP സീക്രട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ കുറേ ജനങ്ങളെ അത്തരത്തിൽ അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ കഴിയുന്നവർ, വളരെ വിശ്വസനീയമായവർ പോലീസിൻ്റെ നിരീക്ഷണത്തിന് ശേഷം അങ്ങനെ വിസിൽ ബ്ലോവേഴ്സിനെ വെക്കാറുണ്ട്. ആ വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ പിന്നെ മയക്കുമരുന്നുകളുടെ വ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാന ആ പരിസരത്തുള്ള കടക്കാർക്ക് പലപ്പോഴും അറിയാം ഇതാരാണ് കൊണ്ടുവരുന്നതെന്നും എവിടെയാണ് കൊണ്ടിടുന്നതെന്നും ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ പല ഫോൺ നമ്പറുകൾ പലർക്കും അറിയാവുന്നതാണ്. ഒരു പ്രതിയെ പിടിച്ചാൽ തന്നെ ഇതിൻ്റെ പല നമ്പറുകളും കിട്ടും. അത് പക്ഷേ കുഴപ്പം വരുന്നത് എന്തറിയാമോ, ഇത് ഈ ചില്ലറ കച്ചവടക്കാരനെ മാത്രമേ പിടിക്കുന്നുള്ളൂ. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പരാജയം. ചില്ലറ കച്ചവടക്കാരനെ പിടിച്ചാൽ അയാൾക്ക് സോഴ്സിലേക്ക് എത്തുന്നതാണ് ഏറ്റവും പ്രധാനം. സോഴ്സിലേക്ക് എത്താൻ ഒരിക്കലും കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അവിടെ അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ ചില്ലറ കച്ചവടക്കാരൻ മാറി അയാളെ കോടതി ശിക്ഷിച്ച് ജയിലിൽ പോയാൽ പോലും അടുത്ത ഒരാൾ വരും, വീണ്ടും ഈ സെയിൽ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സോഴ്സിലേക്ക് പോവുകയും അവിടെ നിന്ന് ഇതെല്ലാം കണ്ടെത്താനും അയാൾക്ക് ശിക്ഷ കൊടുക്കാനും പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഏറ്റവും നല്ലൊരു നടപടി ശ്രീ രമേശ് ചെന്നിത്തല എടുത്തത് ഈ സ്റ്റേഷനുകളിൽ SIമാർക്ക് ചുമതല കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്തറിയാമോ, ഒരാൾ യൂണിഫോം ഇട്ട് ഇറങ്ങുന്ന ഒരു 10-12 വർഷമാണ് അയാളുടെ എനർജി പൂർണ്ണമായിട്ടും ആ ക്രമസമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലാതെ 15 വർഷം കഴിഞ്ഞ CA എന്ന് പറഞ്ഞാൽ അയാൾ മടുത്ത് കാണും. ഇതെല്ലാം കണ്ടും കേട്ടും മരവിച്ച ഒരു മനസ്സുമായിട്ടാണ് ഒരു CA ഇരിക്കുന്നത്. പലപ്പോഴും ടോർച്ചർ ചെയ്യാനായിരിക്കും അവർക്ക് തോന്നുക. അതുകൊണ്ട് ഫ്രഷായി വരുന്ന പിള്ളേരെ ഒരു 15 വർഷത്തേക്ക് നമ്മുടെ സിനിമയിലെ കാണുന്ന പോലെ SI ബൈജുവിനെ പോലെയൊക്കെ ഉള്ള അതുപോലെയുള്ള പിള്ളേർ ഒത്തിരി പേര് സർവീസിൽ കയറുന്നുണ്ട്. അവർക്ക് ആ സ്റ്റേഷനിൻ്റെ പരിധി വിട്ടുകൊടുത്താൽ, ഈ 484 സ്റ്റേഷൻ്റെയും പരിധി അവർക്ക് വിട്ടുകൊടുത്താൽ അവർ ഒരു 2 റൗണ്ട് അടിച്ച് കറങ്ങി വരുമ്പം അവിടുത്തെ പല ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതാകും. അത് പണ്ട് ചെയ്തിരുന്നു. അത് മാറ്റിയത് ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർ വന്നതാണ്. സർക്കിൾ ഇൻസ്പെക്ടർമാരെന്ന് പറഞ്ഞാൽ അവർ 15 വർഷം 20 വർഷം കഴിഞ്ഞ് അവരിതെല്ലാം ചെയ്ത് മടുത്ത് അവർക്ക് മതിയായി നിൽക്കുന്നതാണ്. അവരെ മാറ്റിയിട്ട് SIമാർക്ക് കൊടുക്കുക. തീർച്ചയായും. ഏതായാലും ശ്രീ ജലീൽ പുനലൂർ, ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ഈ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ സപ്പോർട്ട് കൂടി ഉണ്ടാകണമെന്നാണ്. താങ്കൾ സൂചിപ്പിച്ചു അത്തരത്തിൽ എല്ലാ പിന്തുണയും നൽകുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം തുടച്ചു നീക്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെ ലഹരി എന്ന് പറയുന്ന മാരക വിപത്തിനെ. അല്ല, ജലീൽ പുനലൂരിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്ന അവരുടെ തന്നെ DYFIയും SFIയും CITയും ഒക്കെ ആയിരിക്കും പോലീസിന് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്നത്. അല്ല, അങ്ങനെയൊന്നും അല്ല. DYFIയും AIYFും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും, യൂത്ത് കോൺഗ്രസും അടക്കമുള്ള എല്ലാ യുവജന സംവിധാനങ്ങളും നമ്മുടെ ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സർക്കാരുമായി കൈകോർക്കണം, ആഭ്യന്തര വകുപ്പുമായിട്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി, എത്ര നല്ല അർത്ഥവത്തായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്, ക്രിയാത്മക പ്രതിപക്ഷമായി നിലകൊള്ളും. അതിനർത്ഥം സർക്കാരിനെ പൂർണ്ണമായി വഴിവിട്ടു പോകാൻ അനുവദിക്കുക എന്നുള്ളതല്ല,
സർക്കാരിനെ തിരുത്താനുള്ളത് തിരുത്തും. എന്നാൽ സർക്കാർ ചെയ്യുന്ന ജനകീയ പദ്ധതികൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും എതിര് നിൽക്കില്ല. ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് ബിനു ഉദ്ദേശിച്ചത് സാറേ, ബിനു ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ സമരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ സെക്രട്ടറിയുടെ പഠിക്കലൊക്കെ ഇനി ഈ 10 വർഷം ഉറങ്ങിക്കിടന്ന SFI DFI പ്രവർത്തകരൊക്കെ ഈ സമരവുമായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ബിനു ഉദ്ദേശിച്ചത്. പോലീസിന് തലവേദന ഉണ്ടാക്കുന്നത് ലഹരിയിലെ കാര്യം മാത്രമല്ല. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും ഗാന്ധിയൻ മാർഗം സ്വീകരിച്ചിട്ട് വീട്ടിലിരിക്കുകയൊന്നും അല്ലല്ലോ ചെയ്തത്. അവരും സമരം ചെയ്തിട്ടുണ്ട്, രൂക്ഷമായ സമരം ചെയ്തിട്ടുണ്ട്, അക്രമ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അക്രമ സമരം നടത്തിയിട്ടില്ല ശ്രീ ജലീൽ. ഭാഗമാണ്. ശരി തീർച്ചയായും വളരെ നന്ദി. ഓക്കെ, ഏതായാലും ബിനു ഈ സൂചിപ്പിച്ച പോലെ 484 സ്റ്റേഷനുകളും മാറാൻ പോവുകയാണ്. SI മാർക്ക് ചുമതല നൽകാൻ പോകുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്ന ഏറ്റവും പുതിയൊരു പദ്ധതി അവിടെ ഈ നമ്മുടെ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞ പോലെ ആ ഡേർട്ടി ബിസിനസിനെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ, തുടച്ചു നീക്കാൻ ഉള്ള ഒരു മുൻകരുതലായിട്ടാണ് എത്തുന്നത്. ജൂൺ 1 മുതൽ അത് പ്രാവർത്തികമാകും. ക്യാമ്പസുകളിൽ ഉൾപ്പെടെ അത് മുന്നോട്ട് പോകുന്നു. ഒരുപാട് മാറ്റുന്ന ഒരു പുതിയ പോലീസ് അല്ലെങ്കിൽ പുതിയ ആഭ്യന്തരത്തിലേക്ക് കേരളം എത്തുന്നു. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത UDF പ്രതിനിധി മുൻ മന്ത്രിയുമായ ബാബു ദിവാരൻ, LDF പ്രതിനിധി ജലീൽ പുനലൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ MS വേണുഗോപാൽ, 3 പേർക്ക് നന്ദി. ബിഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി കാണാം. നമസ്കാരം. ജയ് ഹിന്ദ്.